മലയാളികളെ ചിരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇറക്കുന്ന ഒരു ചിത്രമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കാം. ബ്രോ, ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ. അതായത് മലയാളികൾക്ക് ടോവിയുടെ ഫൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഇനി 2026 അമൽ നീരദിൻ്റെ ഫ്രെയിമിൽ കാണാൻ അത് ഇരട്ടി മധുരമാണ്. വലിയ രീതിയിലുള്ള കാസ്റ്റാണ് വരാൻ. ഷറഫുക്ക, ടൊവിനോ, നെസ്ലിനി, സിനാദ് വാസി, ഇത് കൂടാതെ കുറേ അധികം താരങ്ങളുണ്ട്. ഈ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് അമൽ നീര് പടത്തിൽ ഒരു ഫ്രെയിമിൽ വരാന്നുള്ളത് പറയണോ? അത് ഞാനിവിടെ പറയുന്നതാണ്, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നതാണ് ശരിക്കും എക്സൈറ്റിംഗ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരിക്കും, പക്ഷെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്പോയിലർ അല്ലാത്ത രീതിയിൽ നമുക്ക് പറയാം, ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും സ്പോയിലർ അല്ലേ? അതായത് ആ സിനിമയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പുറത്തു വിടാത്ത എന്ത് കാര്യം ഞാൻ വന്നിരുന്നു പറഞ്ഞാലും സ്പോയിലർ അല്ലേ? അല്ലേ? അതെ അതെ അതെ. പക്ഷെ എന്റെ ഭയങ്കര ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ ചോദിക്കണത്. ക്യൂരിയോസിറ്റി കൊണ്ട് ബാക്കിയുള്ള എല്ലാവരുടെയും സ്പോയിലർ ആക്കണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ മറ്റുള്ളവരുടെ കൺസിഡർ ചെയ്യാൻ ജീവിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതിരടിയുടെ നിലവിലുണ്ടെന്ന് ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുള്ള അത് ഈ പറഞ്ഞ പോലെ മെയ് 14 റിലീസാണ്. ഭയങ്കര രസമുള്ളതായിരിക്കും. ആദ്യമായിട്ടാണ് വിനീത് ശ്രീനിവാസന്റെ കൂടെ ഒക്കെ വരുന്നത്. പക്ഷെ ഇത് കുറെ നാളായിട്ട് പരിചയമുള്ളതാണ്. അല്ല, ഞങ്ങൾ കുറെ നാളായിട്ട് ഫോണിലൂടെയും അല്ലാതെ നേരിട്ടും മുഖം കാണുമ്പോൾ അത് കുഞ്ഞിരാമായണം എന്നതിന്റെ പോയി നടക്കുന്ന സമയത്ത് ആ സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് വിനീതായിട്ട് പരിചയപ്പെടുന്നത്. അത് മുതൽ ഇടയ്ക്ക് വിളിക്കും, നമ്മുടെ സിനിമകൾ കണ്ടിട്ട് വിളിക്കും, അപ്രിഷിയേറ്റ് ചെയ്യും. ഇതേപോലെ തിരിച്ചും അങ്ങോട്ടും നമ്മുടെ സിനിമ കാണും. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരാളാണ്. അപ്പം വിനീതേട്ടനോടാണെങ്കിലും ഷാനിക്കയാണെങ്കിലും എനിക്ക് ഷാനിക്ക കാക്കനാട് താമസിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ താമസിച്ചിരുന്നു കാക്കനാട്. അപ്പോൾ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അടുത്തിടപഴകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ഓൾറെഡി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ മാത്രമല്ല, ഇതിൻ്റെ റൈറ്റർ പോൾസൺ, അത് പോൾസനെ എനിക്ക് കുറേ നാളായിട്ട് അറിയാം. ബേസിൽ ഇതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് പോൾസൺ ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരും തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു. ഇതിൻ്റെ സംവിധായകൻ അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്നത് മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഇത് ഡെബ്യൂ ഡയറക്ഷനാണ്. പക്ഷെ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുക. പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ഭക്ഷണം ചെയ്യണം, മേക്കപ്പ് റോൾസായിരുന്നാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞൊരു 4-5 സിനിമകളിൽ ഞാൻ പോയപ്പോൾ ഇതിലൊക്കെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് എൻ്റെ ലുക്കിനെ പറ്റി ടെൻഷൻ ഇല്ലായിരുന്നു. പുള്ളി നോക്കി കൊടുക്കുന്ന പോലെ. അപ്പോൾ ഇതുപോലെ പരിചയമുള്ള ആൾക്കാരാണ് അതിലുണ്ടായിരുന്നത് ഭൂരിഭാഗം പേരും. പിന്നെ ആരെങ്കിലും പേര് പറയാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ഒരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഷൂട്ട്. അത് സിനിമയിലും പ്രതിഫലിക്കും. മലയാളികളെ ചിരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇറക്കുന്ന ഒരു ചിത്രമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഞാൻ ഉദ്ദേശിച്ച കോമഡി ജോണറാണെന്ന് ഉദ്ദേശിച്ചത്.